ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 എക്കണോമിക്സിന് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള വൺ വേർഡ്സ് ആണ് കേട്ടോ. അതിൻ്റെ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. നമുക്ക് ആദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൽ നോക്കിയിട്ട് മലയാളം മീഡിയത്തിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ഡാഷ്. സോ ഇത് നമ്മുടെ ഡയറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രൈമറി ഡെഫിസിറ്റ്. ഓക്കെ, സോ ഈ ഇക്വേഷൻസ്, ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഇക്വേഷൻസ് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇവിടെ പ്രൈമറി ഡെഫിസിറ്റ് ആണ് ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ ഷേപ്പ് ഓഫ് AFC കർവ്. ഓക്കെ, AFC കർവിൻ്റെ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവിൻ്റെ എന്താണ് ഷേപ്പാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൺ വേർഡ് തന്നെയാണ് കേട്ടോ. AFCയുടെ ഷേപ്പ് എല്ലാവരും പഠിച്ചു വെച്ചേക്കുക, റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് ആസ് ഇൻപുട്സ്. അതായത് പ്രൊഡ്യൂസേഴ്സ് എന്താണ് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ എന്താ പറയുന്നത്? യെസ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. നമ്മുടെ ഓപ്ഷൻ സി ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അതായത് പ്രൊഡ്യൂസേഴ്സ് എന്താണ് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഓപ്ഷൻ നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വെൻ ഇൻകം ഇൻക്രീസസ് ദ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ്സ് ടുവേർഡ്സ്. അതായത് നമ്മുടെ ഇൻകം, നമ്മുടെ വരുമാനം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ലൈനിന് എന്ത് ഷിഫ്റ്റാണ് ഉണ്ടാവുക? നമ്മുടെ മൈക്രോയുടെ രണ്ടാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടാണ്. യെസ്, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്താക്കും? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഇതുപോലെ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന ചേഞ്ചസ് പഠിക്കുന്നുണ്ട്, ഗ്രാഫുകൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ദെൻ അഞ്ചാമത്തെ ചോദ്യം, ദ പോയിന്റ് ഓൺ വിച്ച് എ ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ഇൻ ദ ഷോർട്ട് റൺ. അതായത് ഷോർട്ട് റണ്ണിൽ വെറും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാത്രം കിട്ടുന്ന, ഓക്കെ, ജസ്റ്റ് ഒരു നോർമൽ പ്രോഫിറ്റ് മാത്രം കിട്ടുന്ന ആ ഒരു പോയിന്റ്. ഓക്കെ, അങ്ങനെയാണ് ഒരു മീൻസ് ഒരു ഫേമിന് ഷോർട്ട് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്നതാണ് ഏതാണ്? ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ദെൻ ആറാമത്തെ ചോദ്യം, വാട്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. യെസ്, ഇതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്, യൂട്ടിലിറ്റി. ഓക്കെ, ആൻസർ വരുന്ന ഏതാണ്? യെസ്, യൂട്ടിലിറ്റി ആണ്. യൂട്ടിലിറ്റി ഡെഫിനേഷനായിട്ട് 2 മാർക്സിനും നമുക്ക് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ 1 മാർക്ക് നോക്കിക്കാം. ഇനി ഏഴാമത്തെ ചോദ്യം, കറൻസി ഹെൽഡ് ബൈ പബ്ലിക് പ്ലസ് ഡെപ്പോസിറ്റ് ഈക്വൽ ടു. ഓക്കെ, ഇത് നമുക്ക് മറ്റേ എന്താ പറയുക, മാക്രോയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിത് കറൻസി ഹെൽഡ് ബൈ പബ്ലിക് പ്ലസ് ഡെപ്പോസിറ്റ്, ഇത് ഇക്വേഷനാണ്. എന്താണ്? M1 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ എ ആണ്. ഇത് M1 M2 M3 M4 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ഇക്വേഷനായിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതൊന്നില്ലെങ്കിൽ മൊത്തത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. നമ്മൾ ബ്രോഡ് മണി, നാരോ മണി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടില്ലേ, അതിനകത്താണ് ഇത് വരുന്നത്. ഓക്കെ, ദെൻ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൺ വേർഡ്സ് ആയിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻസ് പഠിക്കുക. അത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങൾ പറ്റുന്നവരൊക്കെ പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ ആ ഒരു ടോപ്പിക്ക്. ഇനി എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ JM കെയ്ൻസ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ്? യെസ്, എന്താണ്? 1936 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്, 1936 അപ്പോൾ ഈ ഒരു വൺ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. JM കെയ്ൻസിൻ്റെ ബുക്ക് ഏതാണെന്ന് ചോദിക്കാം, ബുക്കിൻ്റെ പേര് അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വർഷം. നിങ്ങളിത് ഓർക്കുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇനി നമ്മൾ വേറെയും ചില ഓതേഴ്സിൻ്റെ ബുക്സൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ വർഷം മീൻസ് ഇയർ സഹിതം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇയറും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ആകപ്പാട് എക്കണോമിക്സിൽ കുറച്ച് ഇതുപോലത്തെ ഇയേഴ്സൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സോ അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് നോക്കി വയ്ക്കുക. ഇനി ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദ കൺസെപ്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് വെൻ ഇൻകം ഈസ് സീറോ. അതായത് നമ്മുടെ വരുമാനം മീൻസ് വരുമാനം ഒന്നും ഇല്ലാത്ത ടൈമിൽ ഇൻകം സീറോ ആയിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന കൺസെപ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോണമസ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓട്ടോണമസ് കൺസെപ്ഷൻ. ക്ലിയർ? ദെൻ പത്താമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് എ ഫ്ലോ വേരിയബിൾ. ഇതിലേതാണ്? ഞാൻ ഇത് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ടോപ്പിക്ക്. അപ്പോൾ അവിടെ അതിൽ നിന്ന് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലോ വേരിയബിളിന് എക്സാമ്പിൾ മീൻസ് ഇതിൽ ഫ്ലോ വേരിയബിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്? GDP ആണ് കേട്ടോ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി. സോ GDP ആണ് ആൻസർ വരുന്നത്. അപ്പോൾ സ്റ്റോക്സും ഫ്ലോസും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വൺ വേർഡ് സെക്ഷനോ അല്ലെങ്കിൽ 2 മാർക്സ് 4 മാർക്സിന് എക്സാമ്പിൾ സഹിതം അതിൻ്റെ ഡെഫിനേഷനും എക്സാമ്പിൾസോടുകൂടി എഴുതാനോ അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സോ ഒന്നാമത്തെ ചോദ്യം, മൊത്ത ധന കമ്മി
മൈനസ് എന്താണ് അറ്റ പലിശ ബാധ്യത. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്, നോക്കിക്കൊള്ളുക. മൊത്ത ധന കമ്മി മൈനസ് മൊത്ത ധന കമ്മിയിൽ നിന്ന് അറ്റ പലിശ ബാധ്യത കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്രാഥമിക കമ്മി. ഓക്കെ, സോ ഈ ടോപ്പിക്സ് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഇക്വേഷൻസ്, ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഏത് രീതി വേണോ ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തെ ചോദ്യം, AFC വക്രത്തിൻ്റെ ആകൃതി. നമ്മുടെ AFC കർവ്, AFC വക്രത്തിൻ്റെ ആകൃതി ഏതാ? റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 1 വേർഡാണ് കേട്ടോ അത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഉൽപ്പാദകർ ഇൻപുട്ടായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഓക്കെ, അതായത് നമ്മുടെ ഉൽപ്പാദകർ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മീൻസ് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്താ പറയുക? യെസ്, ആൻസർ വരുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആണ്, അന്തരാള സാധനങ്ങൾ. ഓക്കെ, അന്തരാള സാധനങ്ങൾ എന്നാണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇത് നോക്കിക്കോളൂ. വരുമാനം വർദ്ധിക്കുമ്പോൾ ബജറ്റ് ലൈനിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഇൻകം, നമ്മുടെ വരുമാനം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈനിൽ എന്താണ് സംഭവിക്കുന്നത്? എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഷിഫ്റ്റ് എവിടെയൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക? യെസ്, വലത്തോട്ടാണ് കേട്ടോ, വലത്തേക്കാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വലത്തേക്കാണ് കേട്ടോ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഈ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന പല ഷിഫ്റ്റുകളെ പറ്റിയിട്ട്. അതെല്ലാം നിങ്ങൾ ഫിഗർ സഹിതം നിങ്ങൾ പഠിക്കുക. ഏത് രീതി വേണോ അവിടെ നിന്ന് നമുക്ക് ചോദ്യം വരാം. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം, ഒരു സ്ഥാപനം ഹ്രസ്വകാലത്തിൽ സാധാരണ ലാഭം മാത്രം നേടുന്ന ബിന്ദു. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാപനത്തിന് ചെറിയ കാലയളവിൽ എന്താണ് വളരെ സാധാരണമായിട്ടുള്ള ഒരു ലാഭം മാത്രം, സാധാരണമായി മീൻസ് ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് മാത്രമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ഓപ്ഷൻ സി. ആ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് പറയും? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയും. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം, ആവശ്യം തൃപ്തിപ്പെടുത്തുവാനുള്ള സാധനത്തിൻ്റെ കഴിവ്. ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഏതാണ്? യെസ്, ഉപയുക്തത. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഉപയുക്തതയാണ് കേട്ടോ. അതിൻ്റെ ഡെഫിനേഷൻ 2 മാർക്കിനും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഏഴാമത്തെ ചോദ്യം, പൊതുജനത്തിൻ്റെ കയ്യിലുള്ള പണം പ്ലസ് നിക്ഷേപം. ഓക്കെ, ഇത് നമുക്ക് ആൻസർ ഇവിടെ വരുന്നത് M1 ആണ്. നമ്മുടെ മാക്രോയ്ക്കകത്ത് നമ്മൾ പഠിക്കുന്നതാണ് M1, M2, M3, M4ൻ്റെയൊക്കെ ഇക്വേഷൻസ് ഇതുപോലെ. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇതുപോലെ നമുക്ക് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം ഇക്വേഷനായിട്ടാണല്ലോ ചോദിക്കുന്നത്. ഇനി അടുത്ത 8ാമത്തെ ചോദ്യമാണ്, JM കെയ്ൻസിൻ്റെ ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണെന്നുള്ളത്. ഓക്കെ, ഏതായിരിക്കും? 1936, 1936 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നമുക്ക് ആ ബുക്കിൻ്റെ പേരും ചോദിക്കാം, ബുക്കിൻ്റെ പേര് തന്നിട്ട് ഓഥറിൻ്റെ പേര് ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയും തിരിച്ചുമൊക്കെ ചോദിക്കാം. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇതുപോലെ നമ്മൾ പഠിക്കുന്ന ആകെപ്പാടെ കുറച്ച് ബുക്സിൻ്റെ പേരും ഓഥേഴ്സിൻ്റെ പേരും വർഷങ്ങളൊക്കെ നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ളൂ. അതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വരുമാനം 0 ആയിരിക്കുമ്പോഴുള്ള ഉപഭോഗം എന്തായിരിക്കും? ഓക്കെ, നമ്മുടെ വരുമാനം, നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അന്നേരമുള്ള ഉപഭോഗം എന്തായിരിക്കും? യെസ്, ദാറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്, സ്വതന്ത്ര ഉപഭോഗമായിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് വരുമാനം 0 ആയിരിക്കുമ്പോൾ സ്വതന്ത്ര ഉപഭോഗമായിരിക്കും. ഇനി നോക്കൂ, 10ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പ്രവാഹചരം ഏതാണ്? ഓക്കെ, പ്രവാഹചരം ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ GDP ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. സോ നമ്മൾ സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് കോൺസെപ്റ്റിനെ പറ്റി പഠിക്കുന്നതാണ്. എന്താക്കുക, ഇപ്പോൾ ഇവിടെ പ്രവാഹചരത്തെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. സോ മറ്റേ ശേഖരം എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മാക്രോയിലെ 2ാമത്തെ പാഠത്തിലാണ് കേട്ടോ ഇത് പഠിക്കുന്നത്. സോ ആ ടോപ്പിക്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അവിടെ ഇതുപോലെ എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.